സർക്കാർ ആശുപത്രിയിൽ അനധികൃത മരുന്ന് പരീക്ഷണമെന്ന് CAG റിപ്പോർട്ട്. 741 വൃക്കരോഗികളുടെ മരണങ്ങൾ സംശയനിഴലിലാണ്. 2352 രോഗികളാണ് പരീക്ഷണത്തിന് വിധേയരായത്. രോഗികളിൽ സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണമാണ് നടത്തിയത്. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. ദില്ലിയിൽ നിന്ന് സിബി, വലിയ തരത്തിലുള്ള ആരോപണം, വലിയ തരത്തിൽ സംശയനിഴലിലാക്കുന്നു ഗുജറാത്തിലെ സർക്കാർ ആശുപത്രിയിൽ നടന്ന മരുന്ന് പരീക്ഷണം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? കൃത്യമായി തന്നെ ഒരു അനധികൃത മരുന്ന് പരീക്ഷണം നടന്നുവെന്ന് വ്യക്തമാകുന്ന തരത്തിലാണ്. ഏകദേശം 741 വൃക്കരോഗികളുടെ മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് റിപ്പോർട്ട്? സിജു, CAG പുറത്തോട്ട ആ ഒരു കണക്കുകൾ പ്രകാരമാണ് ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വളരെ ഗൗരവമുള്ള ഈ ഒരു വിവരം പുറത്തു വരുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് അഹമ്മദാബാദ് കോർപ്പറേഷൻ ആശുപത്രിയിൽ അനധികൃതമായി നടത്തിയ മരുന്ന് പരീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 741 വൃക്ക രോഗികളുടെ ജീവൻ നഷ്ടമായി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ 1000ഓളം അല്ലെങ്കിൽ 2352 രോഗികളിലാണ് ഈ ഒരു മരുന്ന് പരീക്ഷണം നടത്തുന്നത്. അത് 1999-നും 2017 ഇടയിലുള്ള കാലയളവിൽ നടത്തിയ മരുന്ന് പരീക്ഷണമാണ്. ഈ മരുന്ന് പരീക്ഷണത്തിൽ ഈ 2352 രോഗികളിൽ 741 രോഗികൾ, വൃക്ക രോഗികളെല്ലാം നിലയും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് പിന്നീട് ആണ് മനസ്സിലായത്. ഇതിൽ ഈ സ്റ്റെറം പരീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അതായത് ഇതിൽ ഈ ഒരു സ്റ്റെറം തെറാപ്പി ആണ്, സ്റ്റെറം സെൽ തെറാപ്പി പരീക്ഷണമാണ് നടത്തിയത്. ഈ പരീക്ഷണത്തിൽ എല്ലാം തന്നെയും ഈ തെറാപ്പി പരീക്ഷണം പൂർണ്ണമായും പരാജയമായിരുന്നെന്നും ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ രോഗികൾ മരണപ്പെട്ടെന്നുള്ള ഗുരുതരമായ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഗുജറാത്ത് സർക്കാർ ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CAG റിപ്പോർട്ടടക്കം പുറത്തു വരികയും ഇതിനെതിരെ വലിയ ഗുരുതരമായ ആരോപണവുമായി ഇപ്പോൾ പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത് 2021-നും 2025-നും ഇടയിൽ അനുമതിയില്ലാത്ത 50ഓളം മരുന്നുകൾ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് വേണ്ടി, ഈ അനുമതിയില്ലാത്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ 50-ലധികം മരുന്നുകളും പരീക്ഷണത്തിന് വിധേയമാക്കിയെന്ന കണക്കുകൂടി ഇപ്പോൾ CAG മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു കാലയളവിൽ 741 പേർ മരിച്ചു. ആ മരിച്ചതിന് കൃത്യമായ കാരണമടക്കമല്ല നിലയും ഇനി അന്വേഷണം വിധേയമാക്കുകയും ചെയ്യണം. എന്തായാലും ഈ മരുന്ന് പരീക്ഷണം ഒരു സർക്കാർ ആശുപത്രിയിലെ ഒരു കൂട്ടം ഡോക്ടർമാർ അവർ പണത്തിന് വേണ്ടി ഈ ഒരു അനധികൃത മരുന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു. ഇതുവഴിയാണ് ഇത്രത്തോളം ആളുകൾ മരണപ്പെട്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ CAG അടക്കം പുറത്തുവിടുന്നത്. എന്തായാലും ഈ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ, അതായത് സ്വാഭാവികമായും ഈ സ്റ്റെം സെൽ പരീക്ഷണം പല രാജ്യങ്ങളിൽ പലതരത്തിലും നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നിയന്ത്രിതമായ മാർഗങ്ങളിലൂടെ അനുമതിയോടുകൂടിയാണ് നടക്കാറുള്ളത്. ഇവിടെ നിസ്സാരമല്ല കാര്യങ്ങൾ. 741 വൃക്കരോഗികൾ മരിച്ചു എന്ന് പറയുമ്പോൾ അത് ആ സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേടാണ്, ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമേഖലയുടെ പിടിപ്പുകേടാണ്. അവിടുത്തെ അഹമ്മദാബാദ് സർക്കാർ ആശുപത്രിയിൽ 741 പേർ 2019 മുതൽ 25 വരെയുള്ള കാലയളവിൽ 741 പേർ മരിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊരു ഗുരുതരമായ പ്രശ്നം. ഇത്രയും മരണങ്ങൾ ഉണ്ടായിട്ട് എവിടെയായിരുന്നു BJP ഭരിക്കുന്ന ആ സർക്കാർ എന്നുള്ള ചോദ്യം കൂടി വരികയാണ്. ഇപ്പോൾ CAG റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ മരണങ്ങൾ അവിടെ സംഭവിക്കുമായിരുന്നു. വളരെ ഗുരുതരമായ അലംഭാവം ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് BJP ഭരിക്കുന്ന, അതും മോദിയുടെ സംസ്ഥാനത്തു നിന്നുണ്ടാകുന്നു. തീർച്ചയായും സിജു, മോദി ഭരിക്കുന്ന ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ അഹമ്മദാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസസ് ആൻഡ് റിസർച്ച് സെൻറ്ററിലാണ് ഈ ഒരു സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണം രോഗികൾ നടന്നത്. ഈ കൂട്ടത്തോടുള്ള പരീക്ഷണം അത് വൃക്ക രോഗികളിലായിരുന്നു ഈ ഒരു പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണം നടത്തിയ വൃക്ക രോഗികളാണ് 741 പേരും പല ഘട്ടങ്ങളിലായി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ മരണത്തിൽ സംശയം തോന്നിയ ശേഷമാണ് അന്വേഷണം നടത്തിയപ്പോൾ CAG റിപ്പോർട്ട് പുറത്തു വരുന്നതും ഇതിൽ ഈ അനധികൃതമായ മരുന്നുകളുടെ ഈ സ്റ്റെം സെൽ തെറാപ്പിയുടെ പരീക്ഷണമാണ് ഇവർ മരണപ്പെടാൻ കാരണമെന്നെല്ലാം നിലയും വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഗുജറാത്ത് സർക്കാർ ഇതുവരെ ഇത് മറച്ചുവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നമുക്കറിയാം 1999-നും 2017 ശേഷം മാത്രമല്ല ഇപ്പോൾ 2021 മുതൽ 2025 വരെയുള്ള കാലയളവിലും ഏകദേശം 50-ലധികം മരുന്നുകൾ, അതും നിരോധിച്ച ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മരുന്നുകളും പരീക്ഷണ വിധേയ
നിലയമാക്കുന്നു. അവിടെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർ പണം തട്ടുന്നതിന് വേണ്ടി എല്ലാ നിലയും ഇത്തരത്തിൽ എല്ലാ ബന്ധവും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പരീക്ഷ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ ആരോപണം. ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുവാനോ അല്ലെങ്കിൽ ഗുജറാത്തിൽ സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ കൃത്യമായി അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അനധികൃതമായി ആ മരുന്ന് പരീക്ഷണം ശരി, CBC ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഗുജറാത്തിലെ സർക്കാർ ആശുപത്രിയിൽ അനധികൃത മരുന്ന് പരീക്ഷണം, 741 വൃക്കരോഗികൾ മരിച്ചു. ഈ മരണങ്ങളെല്ലാം സംശയനിഴലിലാണ്. CAG റിപ്പോർട്ടിലൂടെയാണ് വിവരങ്ങൾ പുറത്തു വന്നത്. വിവരങ്ങളാണ് CBC ജോസഫ് പങ്കുവച്ചത്.